Hey, welcome guys. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം. ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സിമ്പിൾസ് ആണ്. അരിത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. പൈത്തണിൽ 2-3 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഒന്ന് അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ. ഇതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ആദ്യത്തെ അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിട്ട് ഞാൻ x എന്ന വേരിയബിളിന് 5 എന്ന വാല്യൂ, y എന്ന വേരിയബിളിന് 5 എന്ന വാല്യൂ കൊടുത്തു. ആക്ച്വലി അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ ഒരു നമ്മളെ ബേസിക് ആയ ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ x എന്ന വേരിയബിളിന് 5 എന്ന വാല്യൂ ആയതുകൊണ്ടും y എന്ന വേരിയബിളിന് 5 എന്ന വാല്യൂ ആയതുകൊണ്ട് തന്നെ x പ്ലസ് y എന്ന് കൊടുത്ത സമയത്ത് എനിക്ക് 10 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഇവിടെ 2 സ്റ്റാർ സിമ്പിൾ ഒരു വാല്യൂവിൻ്റെ പവർ കാണാനാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ മോഡ്യൂൾ സിമ്പിൾ ഒന്നിൻ്റെ റിമൈൻഡർ കാണാനാണ് ഉപയോഗിക്കാറുള്ളത്. അടുത്തത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഒരു വേരിയബിളിന് വാല്യൂ അസൈൻ ചെയ്യാനാണ് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന് x എന്ന വേരിയബിളിന് 5 എന്ന വാല്യൂ അസൈൻ ചെയ്യാണ്. ഈക്വൽ ടു എന്ന സിമ്പിൾ ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ 5 എന്ന വാല്യൂ അസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണ്. ഈക്വൽ ടു പോലെ തന്നെ പൈത്തന് 2-3 അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അടുത്ത അസൈൻമെന്റ് ഓപ്പറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇവിടെ x ഈക്വൽ ടു x പ്ലസ് 1 എന്ന് ചെയ്തിട്ട് ഞാൻ എൻ്റെ എക്സിൻ്റെ വാല്യൂ 6ലേക്ക് അപ്ഡേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 5 ആയതുകൊണ്ട് തന്നെ x പ്ലസ് 1 എന്ന് കൊടുത്ത സമയത്ത് കിട്ടുന്ന വാല്യൂ 6 എന്ന വാല്യൂ ഞാൻ തിരിച്ച് എക്സിലേക്ക് തന്നെ അസൈൻ ചെയ്യാണ്. ഇങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ കുറച്ച് ബുദ്ധിമുട്ടേറിയ പ്രൊസീജിയറാണ്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു രീതിയുണ്ട്. എക്സ് പ്ലസ് ഈക്വൽ ടു 1 എന്നുള്ള പ്രൊസീജിയർ. ഇങ്ങനെ ചെയ്ത സമയത്തും എനിക്ക് 6 ആയിരുന്നു കിട്ടിയത്. നേരത്തെ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് ചെയ്ത സമയത്തും എനിക്ക് 6 ആണ് കിട്ടിയത്. ഇങ്ങനെയാണ് വേരിയബിൾസിൻ്റെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഉപയോഗിച്ച പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ ഒരു തരം അസൈൻമെന്റ് ഓപ്പറേറ്ററാണ്. ഇതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 2 ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി 2 ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള ഹെൽപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പിലൂടെ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ. Stay safe.